ഗൈസ്, ഇന്ന് ഡാൻസ് റിഹേഴ്സൽ ഡേ ആണ്. അപ്പോൾ ഞാനിതൊരു കുഞ്ഞ് വ്ളോഗായിട്ട് എടുക്കാൻ ഓർത്തു. കാരണം അവിടെ നിന്ന് മാഷ്മാരൊക്കെ വന്ന് നോർമൽ സ്റ്റേജിൽ എങ്ങനെയാണോ നമ്മൾ പാട്ടിൽ എങ്ങനെ കളിക്കുക അതുപോലെ തന്നെ എല്ലാം ഒരു റിഹേഴ്സൽ പോലെ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഡേ ആണ്. എല്ലാ അരങ്ങേറ്റത്തിനും അങ്ങനെ ബസ് ആദ്യത്തേക്കാണ്. നമുക്ക് ബസ്സിന് പോവാം. നായരങ്ങാടി 2 സ്റ്റോപ്പ് അപ്പുറമുള്ളൂ ഡാൻസ് ക്ലാസ്. നമുക്ക് പോവാം. ഞാനിവിടെ വലിയ കാര്യമായിട്ട് ഡാൻസ് ക്ലാസ്സിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒന്നും റെക്കോർഡ് ചെയ്തു. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഭയങ്കരമായിരുന്നു. ഒരു 5th സ്റ്റാൻഡേർഡ് തൊട്ട് എൻ്റെ എല്ലാ വെക്കേഷൻസും ഞാൻ വീട്ടിലത്തേക്കാൾ കൂടുതൽ ഞാൻ ഡാൻസ് ക്ലാസ്സിലായിരിക്കും സ്പെൻഡ് ചെയ്യുക. ഇതിൽ പോയിട്ട് റിഗ്രറ്റ് ഒന്നുമില്ല. അത്രയും ഹാപ്പിയായിരുന്നു ഞങ്ങളെല്ലാവരും. ഞങ്ങളൊരു ഗ്യാങ് ആയിരുന്നു. ഭയങ്കര ഹാപ്പിയായിരുന്നു. ഇപ്പോഴും മിസ് ചെയ്യുന്ന ഒരു കാലഘട്ടം അതാണെന്ന് ഞാൻ പറയുള്ളൂ. അന്ന് ഡാൻസ് ക്ലാസ് നമ്മുടെ ടീച്ചർ വീടിൻ്റെ മേലെയായിരുന്നു. അന്ന് ടീച്ചറും അത്രയും ഫ്രീഡം ഞങ്ങൾക്ക് തന്നിരുന്നു. ശരിക്കും ഒരു സെക്കൻഡ് ഹോമാണ് ഡാൻസ് ക്ലാസ്. ഞാൻ ഇന്ന് ഇത്രയും നന്നായി കളിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അത്രയും നല്ല കോൺഫിഡൻസ് ആണ് ഞാൻ ഒരു ഡാൻസറാണെന്ന് പറയാം. അതിന് കോൺഫിഡൻസ് ആണ് ഞാൻ തരാൻ കാരണം എൻ്റെ അമ്മ അത്രയും സപ്പോർട്ട് ചെയ്ത് നിന്നതിനും പിന്നെ എൻ്റെ ടീച്ചർക്കുമാണ്. കാരണം ടീച്ചർ അത്രയും കോൺഫിഡൻസ് ഞങ്ങളുടെ മേൽ വെച്ചിട്ടുണ്ട്. അതുപോലെ കളിക്കാനും ട്രെയിൻ ചെയ്തോ എന്താണെന്നറിയില്ല, അത്രയും കഴിവ് ഞങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തിട്ടതിന് ഞാൻ ടീച്ചറോട് ശരിക്കും താങ്ക്ഫുൾ ആണ്. എല്ലാവരും യൂണിഫോമിൽ ബ്ലാക്ക് ഡ്രസ്സ് ഒക്കെ ഇട്ട് വന്നിട്ടുണ്ട്. എനിക്ക് മാത്രം ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ പഴയ സ്റ്റുഡൻ്റ് ആയിരുന്നു. എനിക്കാണെങ്കിൽ യൂണിഫോം ഗ്രീനും ഓറഞ്ച് ആയിരുന്നു. ഇപ്പം അതല്ലല്ലോ. അവർക്ക് ബ്ലാക്കും വേറെ കളർഫുൾ ഷോളൊക്കെയാണ്. പക്ഷേ എനിക്കത് പറ്റിയില്ല. ഇതിലുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കുറച്ച് ഷോർട്ട്സേ എടുത്തിട്ടുള്ളൂ. പിന്നെ മാഷിമാരെല്ലാവരും വന്ന് റിഹേഴ്സൽ സ്റ്റാർട്ട് ചെയ്തു. അരങ്ങേറ്റത്തിൻ്റെ കുട്ടികളെ വെച്ചിട്ടാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. തോടെയാണെന്ന് തോന്നുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ബ്ലാക്ക് ചുരിദാർ ഇട്ട് നെട്ടുവാങ്കം കൊട്ടുന്നതാണ് എൻ്റെ ഡാൻസ് ടീച്ചർ, ദയ ടീച്ചർ. അപ്പോൾ എന്നാൽ ചിലങ്കൊക്കെ ആയിട്ടുള്ള പ്രാക്ടീസാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും റെഡി ആയി നിന്നു. ഫസ്റ്റ് തന്നെ എല്ലാം തൊഴുതു വന്ന് നിന്നിട്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. പിന്നെ പ്രാക്ടീസ് ചെയ്യലായിരുന്നു. കാരണം റിഹേഴ്സൽ സമയത്ത് തെറ്റിച്ചാൽ ടീച്ചർ അങ്ങ് കലിപ്പാവും. അതെനിക്ക് നല്ലപോലെ അറിയാം. കാരണം എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ഞാൻ നല്ലോണം പ്രാക്ടീസ് ചെയ്തു. കാരണം ഞാൻ ആകെ കുറച്ച് ക്ലാസ്സേ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. എനിക്ക് സൺഡേസ് മാത്രം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബട്ട് ടീച്ചർ നല്ല എൻ്റെ മേൽ കോൺഫിഡൻസ് നല്ലോണം വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലായി. ഞാനങ്ങനെ വീഡിയോസൊക്കെ നോക്കി കണ്ട് പിന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത്യാവശ്യം പഠിച്ചെടുത്ത് തെറ്റിക്കാതിരിക്കാൻ ഞങ്ങൾ കുറേ മാക്സിമം പ്രാക്ടീസ് ചെയ്ത് കളിച്ചു. ഞങ്ങൾ ഒരുമിച്ച് കളിക്കുന്നവർ ഗ്യാങ്ങായിട്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇരുന്ന് പ്രാക്ടീസൊക്കെ ചെയ്യുന്നുള്ള രീതിയിൽ കുറച്ച് സംസാരിച്ചൊക്കെ നിൽക്കുന്നു. പിന്നെ ഞങ്ങളുടെ ഡാൻസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അവരുടെ ആയിരുന്നല്ലോ. ഗുരുവായൂരാണ് പ്രോഗ്രാം. അടുത്ത സാറ്റർഡേ മെയ് 3 അപ്പോൾ ഞങ്ങളുടെ വക 4 ഐറ്റമാണ് കളിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു ഐറ്റത്തിൻ്റെ പ്രാക്ടീസ് ഓൾറെഡി കഴിഞ്ഞ റിഹേഴ്സൽ വേഗം കഴിഞ്ഞതായിരുന്നു. അതെടുക്കാൻ പറ്റിയില്ല. ആ ഒരു റഷിലായിരുന്നു. പിന്നെ എല്ലാവരും കൂടി ഇരുന്നൊന്നും അടുത്ത ഡാൻസിന് പ്രാക്ടീസായി. അങ്ങനെ ഇരിക്കുകയായിരുന്നു ഞങ്ങളെല്ലാവരും. ആക്ച്വലി ടീച്ചർ പാടുന്ന പോലെ ആയിരിക്കില്ല മാഷ് പാടുക. അതാണ് ഇത്രയും ടൈം എടുക്കുന്നത്. പക്ഷേ അത്ര ടൈമൊന്നും പ്രാവശ്യം എടുത്തില്ല. എന്നാലും അങ്ങനെ കുറേ ചേഞ്ചസൊക്കെ വരുത്തി അവരിരുന്ന് പഠിച്ച് അങ്ങനെയൊക്കെയാണ് നമുക്ക് റിഹേഴ്സൽ നടക്കുക. ആക്ച്വലി റിഹേഴ്സൽ ടൈം ഭയങ്കര രസമായിരിക്കും. കാരണം എല്ലാവരും ഉണ്ടാവും. അതുപോലെ നമ്മൾ നല്ലോണം കളിക്കും. അതൊക്കെ നല്ല രസമാണ്. മതി മതി. സക്സസ്ഫുള്ളി നമ്മുടെ പ്രാക്ടീസും റിഹേഴ്സൽ എല്ലാം കഴിഞ്ഞ് നമ്മൾ പോകാറായിട്ടുണ്ട്. പിന്നെ പിറ്റേന്ന് മൺഡേ ആയതുകൊണ്ട് ഞാൻ പിന്നെ വേഗം ഇറങ്ങി അവിടെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് അപ്പോൾ അത്രേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. ഈ വരുന്ന മെയ് 3 പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ വ്ളോഗ്സൊക്കെ ആയിട്ട് അപ്പോൾ വരാം ഞാൻ. ഓക്കെ, ബൈ.